ഹായ് ദേർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നോട്ട് ജേസിലുള്ള ഇവൻറ്റ് ലൂപ്സിനെ കുറിച്ചിട്ടാണ്. പലതരത്തിലുള്ള ഇവൻറ്റുകൾ ഉണ്ടായിരിക്കും. ആ ഇവൻറ്റുകളെ എങ്ങനെയാണ് ലൂപ്പ് ചെയ്യുന്നത്, അതായത് നമ്മൾ ഒരു കണ്ടീഷന് വേണ്ടി മാത്രമായിരിക്കില്ല ലൂപ്പ് ചെയ്യുന്നത്, പല കണ്ടീഷന് വേണ്ടി മാത്രം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ എന്താണ് ലൂപ്പ് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു സെർട്ടിക്കുലർ കണ്ടീഷൻ ഒക്കർ ചെയ്യുന്നതും വരെ കണ്ടിന്യൂസ് ആയിട്ട് ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ഒരു ലൂപ്പിങ്ങിന് അതേപോലത്തെ ഒരു ലൂപ്പിംഗ് നേച്ചറുണ്ട്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എക്സ്ട്രാ ഫങ്ഷനാലിറ്റി കൂടിയുണ്ട്. അപ്പം ഉദാഹരണത്തിന് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നോട്ട് ജേസിലുള്ള ഇവൻറ്റ് ലൂപ്സ് എന്തൊക്കെയാണ്, ഇത് ഇവൻറ്റ് ക്യൂസ് ആണ്. ഇവൻറ്റ് ലൂപ്സിലേക്ക് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, what are event loops or how event loops in Node.js? Okay, event loop phases എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളൊരു event loop consists of several phases. അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഇവൻറ്റ് ലൂപ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരൊറ്റ ഫേസേ ഉള്ളൂ. അതെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പം a = 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ എയുടെ വാല്യൂ നമ്മൾ 1 to 1 ഇല്ലെങ്കിൽ <10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടും 10 ആവുന്നോടം വരെ അത് കണ്ടിന്യൂസ് ആയിട്ട് ലൂപ്പ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിനൊറ്റ ഫേസേ ഉള്ളൂ. ബട്ട് ഇവിടെ എന്താണ് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ഫേസസ് ഉണ്ടായിരിക്കും. അത് എന്തെങ്കിലും പെർട്ടിക്കുലർ ടാസ്ക് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ളതോ മേ ബി നമ്മുടെ ഫയൽ ഗെറ്റ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും റിസോഴ്സസ് സെൻഡ് ചെയ്യുന്ന പോലെയോ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, ദീസ് ഫേസസ് ഇൻക്ലൂഡ് ടൈമേഴ്സ്. ഒന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ ടൈമേഴ്സ്. നിങ്ങൾക്ക് ഒരു ഫേസ് ആയിട്ട് വേണമെങ്കിലും കോഡ് ചെയ്യാം, അതല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫേസ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടും ഹോൾഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, അപ്പോൾ നമ്മളൊരു സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മേ ബി ആ ഒരു ഫയൽ ഇല്ലെങ്കിൽ അത് സെർവർ ഒരുപാട് ബിസി ആണെങ്കിലോ ആ ഒരു ഫയൽ ഗെറ്റ് ചെയ്യുന്നതിൽ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് കണക്ഷൻ റിലയബിൾ അല്ലാതിരുന്നെങ്കിലും നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ ടൈമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ആദ്യത്തെ ടൈമേഴ്സ് ഹാൻഡിൽ കാൽബ്ലാക്ക് ഷെഡ്യൂളിംഗ് യൂസിങ് സെറ്റ് ടൈം ഔട്ട് ആൻഡ് സെറ്റ് ഇൻ്റർവെൽ. ഈ സെറ്റ് ടൈം ഔട്ട് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടൈം ആവുന്നോടം വരെ, അത് ടൈം ഔട്ട് ആവുന്നോടം വരെ എന്ത് ചെയ്യും, ആ ഒരു ടാസ്ക് വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. നെറ്റ്വർക്കിലിരിക്കുന്ന ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാനാണെങ്കിൽ ടൈം ഔട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു 30 സെക്കൻഡാണ് ടൈം ഔട്ട് വെച്ചത്. 30 സെക്കൻഡും ആ വീഡിയോയിലേക്ക് എങ്ങനെയും ഗെറ്റ് ചെയ്യാനായിട്ട് ഇത് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. 30 സെക്കൻഡ് ട്രൈ ചെയ്തു, അതായത് 30 സെക്കൻഡ് ഒരുപാട് ഐറ്ററേഷൻസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെ ഒരുപാട് തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ടും അത് കിട്ടിയിട്ടില്ലെങ്കിൽ 30 സെക്കൻഡിന് ശേഷം ആ ഒരു പ്രോസസ്സ് അബോർട്ട് ചെയ്യും. അതായത് പിന്നെ ആ പ്രോസസ്സ് റൺ ചെയ്യുന്നില്ല എന്നൊരു സിറ്റുവേഷനിലേക്ക് മാറും. ഓക്കെ, അങ്ങനെ റൺ ചെയ്യുന്നില്ല എന്ന സിറ്റുവേഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അകത്ത് അതായത് ആദ്യത്തെ ട്രയൽ നമുക്ക് കിട്ടിയില്ല. എന്നിട്ട് നമ്മളൊരു 10-20 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ ആദ്യത്തെ 30 സെക്കൻഡ് കഴിഞ്ഞു, ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി ഇത് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെറ്റ് ഇൻ്റർവെൽ എന്ന് ഉപയോഗിക്കാം. സെറ്റ് ഇൻ്റർവെൽ ഉപയോഗിച്ച് ഒരു 30 സെക്കൻഡ് ഇല്ലെങ്കിൽ 3 മിനിറ്റാണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻ്റർവെലിന് ശേഷം വീണ്ടും ഒരു 30 സെക്കൻഡിലേക്ക് ഇത് വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ട്രൈ ചെയ്ത് അത് കിട്ടുന്നോടം വരെ ട്രൈ ചെയ്തും അപ്പോഴും കിട്ടിയില്ലെങ്കിൽ പിന്നെ വീണ്ടും അത് ഇവൻ്റ് ലൂപ്പായിട്ട് കൊണ്ടേയിരിക്കും. എപ്പോഴാണോ ഇതിൻ്റെ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നത് ആ ഒരു കണ്ടീഷൻ വരെ ഇത് നമ്മൾ ഈ സാധനം ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് സെർവറിൽ നിന്ന് ആ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യം ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും, വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണല്ലോ. ഒന്നാമത്തെ സെറ്റ് ടൈം ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു ടൈം ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 30 സെക്കൻഡ് വരെ ഇത് വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. 30 സെക്കൻഡിനുള്ളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അത് ആ ഒരു ട്രൈ ചെയ്യൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സെറ്റ് ഇൻ്റർവെൽ കൊടുക്കുകയാണെങ്കിൽ സെറ്റ് ടൈം ഔട്ട് വിട്ട് മാത്രം വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് എക്സ്ട്രാ സെറ്റ് ഇൻ്റർവെൽ, അതായത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇൻ്റർവെൽ കൊടുക്കാം. ഒരു 3 മിനിറ്റ് ഇൻ്റർവെൽ കൊടുക്കാം. 3 മിനിറ്റ് മേ ബി നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമായിരിക്കാം. അപ്പോൾ ആ ഒരു ഇൻ്റർവെല്ലിന് ശേഷം വീണ്ടും ഈ ടൈം ഔട്ട് വെച്ച് തന്നെ ഇത് വീണ്ടും ട്രൈ ചെയ്ത് നോക്കുന്നു. ഒരു 30 സെക്കൻഡിലേക്ക് ട്രൈ ചെയ്യുന്നു. അതിനുശേഷം കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും ഇൻ്റർവെല്ലിലേക്ക് തന്നെ പോകുന്നു. അപ്പം ഇതിനാണ് ടൈമേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ പെൻഡിങ് IO കാൾബാക്സ്, എക്സിക്യൂട്ട് IO കാൾബാക്സ് വെയർ ഡിഫൈൻഡ് ഫ്രം പ്രീവിയസ് ടാസ്ക്. അതായത് ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻഡിങ് IO കാൾബാക്കിൽ നേരത്തെ ഉണ്ടായിരുന്ന IO ടാസ്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് മുമ്പത്തെ ടാസ്കുകളിൽ ഉള്ള IO പെൻഡിങ് ആയിട്ട് കിടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എടുത്ത് വായിക്കാവുന്ന ഒന്നാണ്, അതായത് നമ്മുടെ ഇവൻറ്റ് ലൂപ്സ് എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ക്യൂസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ്, ഇവൻറ്റ് ക്യൂസിനെ കുറിച്ച് പഠിക്കുന്നതാണ്. ഓരോ ഇവൻറ്റും ക്യൂവിലേക്ക് വെക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അതായത് നമ്മൾ അത്യാവശ്യം
അത്യാവശ്യം ഒരു മിഡ് റേഞ്ച് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ അതിന് എല്ലാ ടാസ്ക്കും ഒരേ ടൈമിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഇപ്പം ഒരു സിംഗിൾ ഇല്ലെങ്കിൽ 4 കോറിലൊക്കെ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് 30 കോറിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റം ചെയ്യുന്ന ടാസ്കുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെല്ലാത്തിനും ക്യൂലാക്കി ഓരോ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അടുത്ത ടാസ്ക് കൊടുക്കുന്നു എന്നുള്ളൊരു മെത്തേഡിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ അങ്ങനത്തെ എന്തെങ്കിലും പെൻഡിങ് ആയോ കാൾ ബാക്സുകൾ മിച്ചമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അതായത് പ്രീവിയസ് ടാസ്കിൽ നിന്നുള്ള ഏതെങ്കിലും ടാസ്കുകൾ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടാണ് പെൻഡിങ് ആയോ കാൾസ് എന്ന് പറയുന്നത്. പിന്നെ പോൾസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ പ്രോസസ്സ് ഈ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്നുള്ളാക്കുന്ന കാൾ ബാക്ക്, അതായത് IO ഇവൻറ്റ്സ് ഫ്രം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് വരാനുള്ള IO ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പുതിയ ഡിവൈസസിലൊക്കെ പ്ലഗ് ചെയ്യാം. അതോടൊപ്പം തന്നെ വേണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു മ്യൂസിക് പ്ലെയർ എടുക്കുന്നു, അത് നിങ്ങളുടെ ഫോണിലൊരു മ്യൂസിക് പ്ലെയർ എടുക്കുന്നു. ആ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹെഡ്ഫോൺ കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഓട്ടോമാറ്റിക്കായിട്ട് സ്പീക്കറിൽ നിന്ന് ഡിസ്കണക്റ്റ് ആയിട്ട് ഹെഡ്ഫോണിലേക്കായിരിക്കും മ്യൂസിക്കുകൾ വരുന്നത്. ഓക്കെ, സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പോൾസ് ഉപയോഗിച്ചിട്ടാണ്. ജാവാസ്ക്രിപ്റ്റിലാണെങ്കിൽ അവിടെ ജാവ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജസ് ആയിരിക്കും. ജാവാസ്ക്രിപ്റ്റിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുപോലത്തെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് നമ്മൾ പോൾസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ടുള്ളത് ചെക്സ് എന്ന് പറഞ്ഞത്, ഇതെല്ലാം ഇവൻ്റ് ലൂപ്പിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് ആണ്. ഇവൻ്റ് ലൂപ്സ് അല്ല, അതിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് ആണ്. ഓക്കെ, അപ്പം അതിൻ്റെ ആദ്യത്തെ ഫേസാണ് ടൈമേഴ്സ് വെച്ച് ചെക്ക് ചെയ്യുന്നത്. രണ്ടാമത്തേത് പെൻഡിങ് ആയിട്ട് കിടക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കാൾ ബാക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രോപ്പറാക്കി എടുക്കുക. അതിനുശേഷം പോൾസ് ഉപയോഗിക്കുക, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ള കാര്യങ്ങൾ കാൾ ബാക്കുകളൊക്കെ കിട്ടാനായിട്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ളത് ചെക്സ് എന്ന് പറയുന്നത്. ചെക്സ് എക്സിക്യൂട്ട് കാൾ ബാക്ക് രജിസ്റ്റേർഡ് വിത്ത് സെറ്റ് ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് ചില കാൾ ബാക്കുകളൊക്കെ നമുക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരിക്കും. അതായത് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്, അതിന് ശേഷം വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ഇമ്മീഡിയറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, സെറ്റ് ഇമ്മീഡിയറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെക്ക് ചെയ്യുന്നത് അതായിരിക്കും. നമ്മൾ CSSൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി കൊടുത്തില്ലായിരുന്നു. അതായത് 2-3 പ്രോപ്പർട്ടീസൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന പ്രോപ്പർട്ടീസൊക്കെ കുറേയും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് റൺ ചെയ്യും. അപ്പം അതേപോലെ തന്നെയാണ് ഇവിടെ ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം. ആദ്യം ഇത് റൺ ചെയ്യും, അതിനുശേഷം ബാക്കിയുള്ള ഇൻ കേസ് ആ ഒരു ക്യൂവിൽ വേറെ എവിടെയാണ് കിടക്കുന്നതെങ്കിലും ഇത് ഈ ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യം പെട്ടെന്ന് മുന്നിലേക്ക് വരും. ഓക്കെ, സോ മുന്നിലേക്ക് വന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യും, അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല, ഡയറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം പിന്നീട് അത് ബാക്കിയുള്ള ടാസ്കുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, സോ ഇതൊക്കെ കമ്പ്യൂട്ടേഴ്സിൻ്റെ കോർ ലെവലിൽ വരുന്ന ഫങ്ഷനാലിറ്റീസ് ആണ്. അതായത് ക്യൂസ്, ഇതൊക്കെ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിൽ ആൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. ക്യൂസ് എങ്ങനെയാണ്, ഓരോ പ്രോസസ്സുകളുടെ എക്സിക്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതുപോലെ ഡെഡ് ലോക്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഇതൊക്കെ ഈ ക്യൂ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ക്യൂസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോൺ കമ്പ്യൂട്ടർ സയൻസ് എന്ന ഫീൽഡിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുവാണ്. ക്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് എവിടെയെങ്കിലും പോയി ഒരു വലിയ ക്യൂവിൽ നിൽക്കുന്നുണ്ടാവും. അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. ക്യൂവിൽ എങ്ങനെയാണ് അവസാനം വന്നിരിക്കുന്നത്, അതായത് ആൾക്കാർ വരുന്നതിനനുസരിച്ച് ആദ്യം സെർവ് ചെയ്യും, ആദ്യം വന്നവരെ ആദ്യം സെർവ് ചെയ്യും, അവരെ വിടും, അതിനുശേഷം അതിൻ്റെ പുറകെ വന്നവരെ വീണ്ടും സെർവ് ചെയ്യും, വിടും. അങ്ങനത്തെ ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. അതേ കാര്യം പ്രോസസ്സുകളിലും നടക്കുന്നത് അങ്ങനെയാണെന്നേ ഉള്ളൂ. അതായത് ഒരു ആദ്യം വരുന്ന പ്രോസസ്സുകളിൽ ആദ്യം പ്രോസസ്സർ എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിലുള്ള പ്രോസസ്സർ സെർവ് ചെയ്യും, ആ പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് അതിനെ പുറത്തേക്ക് വിടും. വീണ്ടും അതിനുശേഷം ആ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തു, അതിന് ഇനി വേറെ ടാസ്കുകളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രോസസ്സ് വരും, അത് എക്സിക്യൂട്ട് ചെയ്യും, അതിനുശേഷം അടുത്ത പ്രോസസ്സിലേക്ക് പോകും. അപ്പോൾ ഇതിങ്ങനെ ഒരു സൈക്കിൾ പ്രോസസ്സ് പോലെ നടക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ലോ എൻഡ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ത്രെഡ്സ് ഉള്ള കമ്പ്യൂട്ടേഴ്സിനാണെങ്കിൽ ഈ ക്യൂസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എക്സിക്യൂട്ട് ആയി പോകും. അതായത് ഒന്നാമത്തെ കാര്യം, ആ കമ്പ്യൂട്ടർ നല്ല ഫാസ്റ്റ് ആയിരിക്കും, അതിൻ്റെ കൂടത്തിൽ തന്നെ അതിന് അസിൻക്രോണസ് ആയിട്ട് മൾട്ടിപ്പിൾ പ്രോസസ്സ് ഒരേ ടൈമിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോഡ്.js-ലും അതേ ഒരു ഫീച്ചറാണ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. എങ്കിലും ചില സിസ്റ്റങ്ങളുടെ പരിമിതി മൂലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാ പ്രോസസ്സും ഒരേ സമയം തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി എന്ന് വരില്ല. സോ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒരു ക്യൂവിലേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. ആ ക്യൂവിലേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ പ്രോസസ്സ് കഴിയുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അതിനുശേഷം ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ പ്രോസസ്സ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇവൻറ്റ് ലൂപ്സിലേക്ക് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഇനി ക്ലോസ് കാൾ ബാക്സ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് കാൾ ബാക്ക് അസോസിയേറ്റ് വിത്ത് ക്ലോസ്ഡ് റിസോഴ്സസ് സച്ച് എസ്
സോക്കറ്റ്സ്. അതായത് ക്ലോസ്ഡ് റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും കാൾ ബാക്സുകൾ മിച്ചം കിടക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫയൽ ഡിലീറ്റ് ചെയ്തു, ആ ഫയലിൻ്റെ ക്യാഷ് ഫയലോ അങ്ങനെ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു ക്ലോസ് കാൾ ബാക്ക് ആയിട്ട് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എന്ന് പറയാം. ഓക്കെ, സോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല, കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ ടേംസ് നിങ്ങൾക്ക് ഒരു പക്ഷേ ഇപ്പോൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായി എന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത ലെക്ചറിൽ കുറേയും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ എക്സാമ്പിൾസ് സഹിതം നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇവൻറ്റ് ക്യൂസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇവൻറ്റ് ക്യൂസിനെ കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കാം. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. അതുവരെ നിങ്ങൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുക. ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഇവൻറ്റ് ക്യൂസിനെ കുറിച്ച് പഠിക്കുക. ഇത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് പഠിക്കുക. അതിനുശേഷം ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കോഡിങ്ങും ഒന്ന് പ്രോപ്പറായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, so that's about this section. See you again in coming lectures and thank you for watching.